രണ്ടാമത്തെ അധ്യായത്തിൽ ആരംഭിച്ച് ലാസറിനെ ഉയർപ്പിക്കുന്ന 11-ാം അധ്യായത്തിൽ അവസാനിക്കുന്ന 7 അത്ഭുതങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. We can read from the start of John about 7 different miracles. ഒന്ന് കാനാവിലെ കല്യാണം, 1 the wedding at Cana. 2 രാജഭൃത്യന്റെ സൗഖ്യം 4-ാം അധ്യായത്തില്. 2 the healing of the centurion servant. 3 38 വർഷം കുളക്കരയിൽ കിടന്നതായ മനുഷ്യന്റെ സൗഖ്യം 5-ാം അധ്യായത്തില്. And the third one is the healing of the person at Bethsaida. 6-ാം അധ്യായത്തിൽ 5 അപ്പവും 2 മീനും കൊണ്ട് അല്ലെങ്കിൽ 5000 പോഷിപ്പിക്കുന്ന അത്ഭുതം. And the feeding of the 5,000. 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ അത്ഭുതം കാണാം, യേശു കടലിൽ മീതെ നടക്കുന്നത്. And the walking on water. ആമേൻ. 6-ാമത്തെ അത്ഭുതം 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായ വാക്യങ്ങളിൽ പിറവി കുരുടനെ സൗഖ്യമാക്കുന്നത്. And Jesus healing a man born blind. 7-ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് അല്ലലിയ മരിച്ച് 4 നാളായി നാറ്റം വെച്ചതായ അല്ലലിയ ലാസറിനെ ഉയർപ്പിക്കുന്ന അല്ലലിയ വലിയ അത്ഭുതമാണ് 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. And in the 11th chapter, the 7th miracle, the raising of Lazarus after 4 days of death. അങ്ങനെ 7 അത്ഭുതങ്ങളുടെ അധ്യായം, അതേ പുസ്തകമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. And so we can read about 7 different miracles from the Gospel of John.